ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കിടാ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്മമ്മേരെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊന്നും എടുക്കാത്തത്. 2025 തൊട്ട് ഞാൻ ഡെയിലി അല്ലെങ്കിലും കുറച്ച് അടുപ്പിച്ച് വീഡിയോസൊക്കെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ചില സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ ശാരീരിക പ്രശ്നം കൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് ഞാൻ 2025 തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അസുഖങ്ങളും തുടങ്ങി. സ്കൂളിൽ തന്നെ കോളേജിൽ തന്നെ പോകാൻ പറ്റുന്നില്ല നേരെ. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഇനി എന്തായാലും പറ്റുന്ന പോലെ എടുക്കണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അമ്മമ്മേരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം എന്തിടാ എന്തി പറഞ്ഞോ അല്ല നീ എന്തി പറഞ്ഞേ അങ്ങനെ. അപ്പോൾ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്നാ എന്തിയടാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ, ധീരവ്. പിന്നെ ശ്രീഷ്ണവും ഉണ്ട്, ഓനോട് ചായ കുടിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടാക്കുന്ന സ്കൂളുണ്ട്. ധീരവ് ശ്രീഷ്ണവൊന്നും പറയണ്ട, നിന്റെ വീട്ടിൽ നിൽക്കുന്ന പേര് പറഞ്ഞാൽ മതിയല്ലേ. കിച്ചു അച്ചു ഇവരെ നിങ്ങൾ എൻ്റെ ചില വീഡിയോസിൽ ഇവരെ ഞാൻ മുമ്പ് എടുത്തതിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേ ആയി. എന്തേ മറ്റേ നീ എൻ്റെ കുഞ്ഞായിട്ടൊരു വീഡിയോ എടുത്തിട്ടേ അതല്ല എൻ്റെ ഈ ജേണിയിൽ വന്നിട്ടാകുമ്പോ ഞാനിങ്ങനെ വലിയ പെണ്ണുങ്ങായിട്ട് നീ എൻ്റെ ഒക്കെ വന്നേ അങ്ങനെ ഒരു വീഡിയോ എടുത്തിന്. പിന്നെ അച്ചു സ്കൂളിൽ പോണം. പോയിക്കോടാ, ഞാൻ പോയിപ്പോ. എത്ര മണിയാകുമ്പോ അങ്ങ് പോല്? ഇത് ശ്രീഷ്ണവ് ചായ അടിക്കുന്നുണ്ട് കേട്ടോ. എടുക്കുന്നുണ്ടാ എന്തിയുടെ ചായക്ക്? ഞാൻ എന്തിങ്ങോട്ട് നോക്കാത്തെ? നീ ഇപ്പം എത്രാം ക്ലാസ്സിൽ? അടുത്ത കൊല്ലം വേറെ സ്കൂളിലല്ലേ? നീ 4ലേക്കല്ലേ? എനിക്കെല്ലാം പരീക്ഷ. അപ്പോൾ പരീക്ഷ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് കട തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേഗം വീട്ടിൽ പോവാം. സമയം 10 മണിയെല്ലാം കഴിഞ്ഞു കേട്ടോ, 10:30 എല്ലാവരും അച്ഛൻ കിച്ചനും സ്കൂളിൽ പോയി. അപ്പോൾ നമുക്ക് നേരം വീട്ടിൽ പോവാം. വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാമൻ പകുതി വരെ മാമൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെത്തിയ ശേഷം പിന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൽ അല്ലെങ്കിൽ എത്തിയ ശേഷമുള്ള ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ മ്യൂസിക് ബാൻഡ് അതെൻ്റെ കൂടെ കൂടിയതിൻ്റെ ഗുണമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ എന്നോടിക്കും കൊടുക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബേക്കൽ ബീച്ചിലാണ്. അത് നമുക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കാം, അങ്ങനെ അഥവാ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ പിന്നെ പ്രോഗ്രാം ഉണ്ട് ഇന്ന്, ഇവിടെ മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന് വന്നതാണ് കേട്ടോ. അതിനിപ്പോൾ ഇങ്ങനെ നടന്നിട്ട് കാര്യം ഇപ്പം നമ്മ പറയുന്നൊന്നും കേൾക്കില്ല.
അടുത്ത വിശേഷങ്ങൾ എന്താ? കടലിൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ ദിശേനെ കൊല്ലാൻ പോവാണ് ഗൈസ്. അയ്യോ വേണ്ട, ഞാനില്ല, കയ്യ തൂക്കിക്കൊള്ള. നമുക്ക് ഇനിയും ജീവിച്ച് തീർക്കാനുള്ളതാണ്. അതന്നെ ഓളിപ്പോ പിന്നെ അല്ലേ യൂട്യൂബ് ഓണാക്കുവോ? എന്ത് ഓണാക്കൂലല്ലോ, ഇപ്പൊ വീഡിയോ എല്ലാം നോക്കാൻ നിക്കുവോ? യൂട്യൂബ് ആണെന്നേ. അതല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നോക്കൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ എന്നെ കൊല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലേ. ധൈര്യം കുറവാ, ഞാൻ കൊല്ലാം. അല്ല, തെളിവാണല്ലോ. ഇനി ഞാൻ ഉത്തരവാദി. തെളിവൊന്നുമില്ല, പക്ഷേ ഈ നട്ടപ്പാതിരൊക്കെ കൊന്നാല് ആൾക്കാരെല്ലാം സാക്ഷി. ഇത് നട്ടപ്പാതിരല്ലോ, സോറി. അല്ല, ഇതന്നെ പറയുന്ന പൊട്ടത്തരം. ഇതന്നെ ദിശ വെറും പൊട്ടത്തെയാണ് ഗൈസ്. ഇവളുടെ കൂടെ ശേഷം അത് അങ്ങനെ പറഞ്ഞാൽ മതി. അതെ, വീഡിയോക്ക് ക്ലാരിറ്റി വളരെ വളരെ കുറവായിരിക്കും ഗൈസ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. ഒന്നാമത്തെ കാരണമല്ല, ഒന്നാമത് ഞാൻ 2025 ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ റെസൊല്യൂഷൻ ഒന്നും ഇങ്ങോട്ട് നോക്കാം. എന്താ അറിയോ, ഞാൻ കൂടുതൽ ഇതൊന്നും എടുത്തില്ല. ഞാൻ വിചാരിച്ചെന്ത് തരാം, 2025 ഡെയിലി വീഡിയോസ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. ഞാൻ റെസൊല്യൂഷനേ എടുത്തില്ല. 2025 ആയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ 2025 ആയപ്പോൾ തൊട്ട് എനിക്ക് അസുഖങ്ങൾ തുടങ്ങി. പനി, പിന്നെ ക്ഷീണം, പിന്നെ പ്രഷർ കുറയലും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ നന്നായിട്ടാ, ഞാൻ കോളേജിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ. പിന്നെ ഒരു കാര്യം, അന്ന് നമ്മൾ രണ്ടാളും സ്പോർട്സിന് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് റിസൾട്ട് നമ്മൾ അറിയിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 3 ഫസ്റ്റ് ഉണ്ട് ഗൈസ്. ഓട്ടത്തിനും പിന്നെ ഷോർട്ട് പുട്ടിനും ലോങ് ജമ്പിനും. എനിക്ക് 1 സെക്കൻഡും 2 ഫസ്റ്റും. അപ്പം ഇനി നമുക്ക് എനിക്ക് ഓട്ടത്തിന് ഫസ്റ്റ് ഒരേ ഐറ്റത്തിനാണ്, പക്ഷേ കാറ്റഗറി വേറെ. ഞാൻ സീനിയർ, ഇവള് സബ് ജൂനിയർ. അപ്പം ഞങ്ങൾക്ക് ഓട്ടത്തിനും പിന്നെ ഷോർട്ട് പുട്ടിനും ഫസ്റ്റ്, മറ്റേ ലോങ് ജമ്പിന് സെക്കൻഡ്. അപ്പം ഇനി നമുക്ക് നാഷണലിൽ പോകാനുണ്ട്. സെക്കൻഡിന് പോണോ? അയ്യോ, ലോങ് ജമ്പ്. അതല്ല, ഒരു കാര്യമുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാവലിൻ ത്രോ ഇല്ല. അപ്പൊ ഞങ്ങൾക്കത് എറിയാനും കൂടി അറിയില്ല. ജാവലിൻ ത്രോ B1 ഇല്ലല്ലോ, അപ്പൊ അത് സ്കിപ്പ് ആവൂലേ? അപ്പൊ ഞാൻ എന്തായാലും സ്റ്റേറ്റിൽ ജാവലിൻ ത്രോ ഫസ്റ്റ്. പക്ഷേ ഷോർട്ട് പുട്ടിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇത്രയും ദിവസം നമ്മൾ പറയാത്ത കാരണം അതിൻ്റെ സമ്മാനം നമുക്ക് മിനിയാന്ന് കിട്ടിയത്. മിനിയാന്ന് നമ്മൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ എടുക്കാൻ പറ്റില്ല. ചില സാഹചര്യം. അതെ. അയ്യോ, എന്തായാലും അങ്ങനെയാണ്. വീഡിയോ എടുത്താൽ തന്നെ അപ്ലോഡ് ചെയ്യലൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യും. ഉണ്ട്, എവിടെയോ ഉണ്ട്. പോയിനാ എന്നെ കയറ്റിട്ടോ ഇല്ലേ? അപ്പൊ കൊറേ ആൾക്കാരല്ലേ പോകുന്നുണ്ട്. നമ്മ റിസോർട്ടിൽ നിന്ന് നമ്മ അന്ന് റിസോർട്ടിൽ പോകുമ്പോൾ ഇതേപോലെ എങ്ങനെ നടന്നുകൊണ്ട് വീടെടുത്തോണ്ട് പോയി. ഞാൻ ജിഷയുടെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനെ വീഡിയോ ഇടുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്ക് ഇടലേ ഇല്ല വീഡിയോ. എന്താ നീ എനിക്കെന്തോ കൈവശം. ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് വീഡിയോ എടുക്കാൻ. ഇത് ചെയ്യാനാ പൊന്തണ്ട കേട്ടോ. ഇവിടെ ആകാശം ഇല്ല, അതുകൊണ്ട് എവിടെ മുട്ടില്ല. പൊന്തി താഴെ വീണേല്ലോ. ഈ മണല് ചെരുപ്പിൻ്റെ ഉള്ളിലെല്ലാം പറ്റായി.
ഗൈസ് നമ്മൾ പാട്ട് പാടല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. അത് മറക്കാനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ആ അതായത് ഒരു 500ന്റെ മുകളിൽ ആൾക്കാരൊന്നും പറഞ്ഞോ ആര്യമേ വീഡിയോന് ഫുൾ ഇതാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമ്മളിപ്പോൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകലായി, ഇനി എന്താവുന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പോകണം. ഓക്കെ ബായ് പറ. ഇനി പിന്നെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞാൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കും. അവിടെ ചിക്കൻ റോൾ ഉണ്ട്. ആ നല്ല കാറ്റ്. ഞാൻ ഒറ്റക്ക് തന്നെ നടന്ന ചായ. എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കലുണ്ട് ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത്, കുറച്ച് അടുത്തല്ല കുറച്ച് ദൂരം. അപ്പം നമുക്ക് ഇടയ്ക്ക് ബീച്ചിൽ വന്നിട്ട് വൈകുന്നേരം കർണാടക അവിടെ ബീച്ച് റിസോർട്ടൊക്കെ അതെയാ നല്ല രാത്രി 7 മണി വരെ അവിടെ നിൽക്കുന്നു. എന്നൊരു വീഡിയോ ഫോട്ടോയോ? ആ വീടിനെന്തി എടുക്കുന്നത് പറ എന്തെങ്കിലും. നമ്മളെ പ്രോഗ്രാം തുടങ്ങണേ ഗൈസ്. തുടങ്ങിയോ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? നിന്നെ നമ്മളെല്ലാം വീഡിയോ നിൽക്കുമോ? നീ എല്ലാം വലിയ വലിയ ബാബു ഇന്നില്ല കിട്ടാത്ത ഭാഗ്യം. ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഊഞ്ഞാലാടുന്ന അപ്പുറത്ത്. ജിഷയിലവിടെ പോയത്? അതാണ് അപ്പുറത്ത് ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാലൊന്ന് സ്ലോ ആക്കോ? രണ്ടെണ്ണം കളിക്കുന്നേ ഊഞ്ഞാലിരിക്കുന്ന ഇല്ല. നീ ഫോണും കൊണ്ട് നിങ്ങ ഇരിക്കുന്നില്ലല്ലോ. വേണ്ട, സാരല്ല സാരല്ല സാരല്ല. അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട സാരല്ല. വൃന്ദയോ? ആ നീ ഇരുന്നോ. ഞാൻ ആൾക്കാൻ കൊടുക്കാം. ഇങ്ങോട്ട് ആദിത്യന്റെ ഫോണൊന്ന് പിടിക്കുക. ഊഞ്ഞാലട്ടി